5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പഴയ ചിന്തയാണെങ്കിലും ആശയമാണെങ്കിലും പുതിയതായിട്ട് പറയുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ലോകത്തെല്ലാ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ലൈംഗികത എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്സിനോടുള്ളൊരു താല്പര്യം എല്ലാ രാജ്യത്തും ഉണ്ട്. ആളുകൾക്ക് ഫ്രീ സെക്സ് ഉള്ള രാജ്യങ്ങളുണ്ട്, നന്നായി അത് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമുണ്ട്, സെക്സ് ടൂറിസമുള്ള രാജ്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ മൂല്യം നൽകുന്നവരാണ്. ഏക ഭാര്യ സംവിധാനം, പിന്നെ ഭാര്യയുമായി മാത്രമാണ് ലൈംഗിക ബന്ധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നവരാണ്. പക്ഷേ പിന്നെ അല്ലാതെ മറ്റു കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചികഞ്ഞ് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതേസമയം നമ്മളിവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞൊരു 10-20 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്തും അത് തന്നെയാണ് സ്ഥിതി. സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തും അത് തന്നെയാണ് സ്ഥിതി. വലിയ ലൈംഗിക പീഡനങ്ങളാണ് നടക്കുന്നത്. 70 വയസ്സുകാരായ വീട്ടമ്മയെ അല്ലെങ്കിൽ അമ്മൂമ്മയെ, പ്രായമുള്ളവരെ കൊച്ചുമകൻ്റെ പ്രായമുള്ളവൻ പീഡിപ്പിക്കുന്നു. തിരിച്ചുമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സ്കൂളിലെ ടീച്ചറിൻ്റെ സമാനമായിട്ടുള്ള ടീച്ചർമാർ തന്നെ പല കേസുകൾ, ഇപ്പോൾ ആന്ധ്രയിൽ 2 കേസ് റിപ്പോർട്ട് ചെയ്ത് ടീച്ചർമാരാണ് ചെയ്തത്. ടീച്ചർമാർ കുട്ടികളിൽ നിന്ന് ഗർഭിണികളാകുന്നു. ലൈംഗിക ആസക്തി വളരെ വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കുഴിമന്തിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ മറ്റേ ചിക്കൻ വിഭവങ്ങളും ബീഫിൻ്റെ വിഭവങ്ങളും ഒക്കെ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ധാരാളമായി കഴിക്കുന്ന ഒരു സമൂഹം കൂടെയായി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ലൈംഗിക ശേഷിയും ലൈംഗിക ആസക്തിയും ഒക്കെ വേറൊരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ ഹോട്ടലുകളിൽ റെയ്ഡ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഹോട്ടലുകളിൽ അങ്ങനെ വളരെ കുറവാണ്, എങ്കിലും ഹോട്ടലുകളിൽ റെയ്ഡ് ഉണ്ട്. എന്തുകൊണ്ട് നമുക്കത് അവസാനിപ്പിച്ചുകൂടാ? പ്രായപൂർത്തിയായവരായ ഇപ്പോൾ ഏത് ഹോട്ടലിൽ ചെന്നാലും അവർക്ക് പിന്നെ ആധാർ കാർഡും പ്രായമൊക്കെ നോക്കിയിട്ടല്ലേ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. ഇത് അവരെ അവിടെ എൻ്റർ ചെയ്യത്തുള്ളൂ. ഹോട്ടലുകളിലാണെങ്കിൽ ആര് ചെന്നാലും അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊന്നും പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിലും അങ്ങനെ റൂം എടുക്കാൻ ചെല്ലുമ്പോഴും അത് അറിയാൻ പറ്റുമല്ലോ, ഇതെന്താണ് കാര്യമെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾ ഒറ്റയ്ക്ക് വന്നവരുടെ റൂം എടുക്കാറുമില്ല, മുതിർന്നവരെ കൂടെയാണ് വരുന്നത്. മുതിർന്നവരാണ് ഒറ്റയ്ക്ക് വന്ന് റൂം എടുക്കുന്നത്. അപ്പോൾ ഹോട്ടലുകളിലെ റെയ്ഡ് ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അനാശാസ്യ പ്രവർത്തനത്തിന് പിടിച്ചു. എന്താണ് ഈ അനാശാസ്യ പ്രവർത്തനം എന്ന് എനിക്കിതുവരെ ആലോചിച്ചിട്ട് മനസ്സിലായില്ല. പൈസ കൊടുത്തിട്ടാണ് ലൈംഗികമായ സെക്സ് പരമായ കാര്യങ്ങൾ താല്പര്യത്തിന് വേണ്ടി പൈസ കൊടുത്തിട്ട് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുമായി പ്രായപൂർത്തിയായ പുരുഷൻ പണം കൊടുത്തിട്ട് അവർ ലൈംഗിക താല്പര്യം നടത്തുന്നു. അതെങ്ങനെയാണ് അനാശാസ്യമാകുന്നത്? അത് രണ്ടുപേർക്കും ആശ്വാസമുള്ള പ്രവൃത്തിയല്ലേ? അപ്പോൾ ഇത് വ്യാപകമായിട്ട് നടത്തണമെന്നോ നാളെ സർക്കാർ പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മദ്യം പോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്ററുകൾ തുടങ്ങണം, അങ്ങനെയൊന്നുമല്ല. കൽക്കട്ടയിലുണ്ട്, ബോംബെയിലുണ്ട്, ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. ഇതിന് താല്പര്യമുള്ള ആളുകൾ അവർ പോട്ടെ. അത് ഞാനീ പറയുന്നത് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അവർ പോകണോ വേണ്ടേ എന്നുള്ളത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്തുമാത്രം പോക്സോ കേസുകളാണ് വരുന്നത്. അമ്പലങ്ങൾ, പള്ളികൾ, ആരാധനാലയങ്ങൾ, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പോലും ഒരുപാട് കേസുകൾ വരുന്നു. അധ്യാപകർ കുട്ടികളെ പീഡിപ്പിക്കുന്നു ലൈംഗിക താല്പര്യത്തോടു കൂടി. അതുപോലെ തന്നെ വീടുകളിൽ ഒക്കെ വലിയ ലൈംഗിക അരാജകത്വം നടക്കുന്നൊരു നാടാണ് ഇത്. പറയണ്ടെന്ന് പലവട്ടം വിചാരിച്ചത്, പക്ഷേ പറയാതിരിക്കാൻ കഴിയുന്നില്ല. 2 വയസ്സായ ഒരു കുട്ടിയെ ഞാൻ നമ്മുടെ തിരുവാങ്കുളത്ത് 4 വയസ്സ് വരെ പീഡിപ്പിച്ചു. ആ കുട്ടി ജീവിച്ചിരുന്നെങ്കിലോ? ആ കുട്ടിയുടെ അമ്മയ്ക്ക് സമനില തെറ്റിയെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണോ സമനില തെറ്റിയത്? അമ്മ ചിലപ്പോൾ ആദ്യമൊക്കെ എതിർത്ത് കാണും, പലവട്ടം എതിർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ആരുടെ സപ്പോർട്ടാണെന്നറിയില്ല, കുടുംബത്തിൻ്റെ സപ്പോർട്ട് കിട്ടിയില്ലയോ, നാടിൻ്റെ എന്താണെന്നറിയില്ല. ആ അമ്മ വട്ടായതാണോ, എന്തായാലും കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. അങ്ങനെയുള്ള നരാധമന്മാർ അവർക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന് പറയാൻ എത്രയോ നല്ലതാണ്. അവർ പൈസ കൊടുത്തോ പൈസ കൊടുക്കാതെയോ സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടും എവിടെ പോയി ലൈംഗിക ആസക്തി തീർക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇത് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ആരെങ്കിലും ഏതെങ്കിലും വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് അനാശാസ്യ കേന്ദ്രമൊക്കെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ആര് പോകുന്നു, എത്ര വണ്ടി പോകുന്നു, അവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാരും കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നു. നാട്ടുകാർ പോയി പിടിക്കുന്നു, പോലീസ് വരുന്നു, ഒരുപാട് നാടകങ്ങളും ഷോകളും കാണുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 10-35 ലക്ഷം വീട് ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. വീടുകൾ ആളുകൾ വാടകയ്ക്ക് എടുക്കണേ വാടകയ്ക്ക് എടുക്കട്ടെ. വീട്ടുകാർക്കും പരാതിയില്ല, വാടകയ്ക്ക് എടുത്തിരിക്കുന്നവർക്കും പരാതിയില്ല, അവിടെ താമസിക്കുന്നവർക്കും പരാതിയില്ല, വരുന്ന ഇൻമേറ്റ്സിനും പരാതിയില്ല, വന്നു പോകുന്ന പുരുഷന്മാർക്കും പരാതിയില്ല, സ്ത്രീകൾക്കും പരാതിയില്ല. പോലീസ് അതിനകത്തൊന്നും ബഹളം ഉണ്ടാക്കി വലിയ കേസെടുത്ത് അത് വലിയ വാർത്തയാക്കി മാധ്യമങ്ങളിലൊക്കെ കൊച്ചിയിൽ അനാശാസ്യ കേന്ദ്രം പിടിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല.
പ്രായപൂർത്തിയാവാത്ത ആളുകൾ അങ്ങോട്ട് പോകാതെയും ട്രാപ്പിൽപ്പെട്ട് പോകാതെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ബാക്കി കുറേ കൂടി നിയമപരമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള സംവിധാനം ആലോചിച്ച് തീർച്ചയായിട്ടും ഞാൻ പ്രോസ്റ്റിറ്റ്യൂഷനെ, വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ വ്യഭിചാരികളെന്ന് അവരെ വിളിക്കണമെന്നോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. സ്ത്രീകളെ അങ്ങനെ പറയാൻ, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എൻ്റെ താല്പര്യം ഈ വീഡിയോയിലൂടെ, ഈ ഡിജിറ്റൽ മീഡിയയിലൂടെ ഞാൻ പറയാവുന്ന കാഴ്ചപ്പാട് ആണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതെല്ലാവരും ചർച്ച ചെയ്യണം. കാരണം സമൂഹത്തിൽ, കേരളം പോലുള്ള സമൂഹത്തിൽ, ഭാരതം പോലുള്ള സമൂഹത്തിൽ അതിനും കൂടി സമയമായി സ്ത്രീകളെ രക്ഷിക്കാൻ, നിരപരാധികളായ സ്ത്രീകളെ രക്ഷിക്കാൻ, അമ്മമാരെ രക്ഷിക്കാൻ, സഹോദരങ്ങളെ രക്ഷിക്കാൻ, സഹോദരിമാരെ രക്ഷിക്കാൻ, കുട്ടികളെ, പ്രത്യേകിച്ച് കുട്ടികളെ രക്ഷിക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. അല്ലാതെ എത്ര നിയമത്തെ നമ്മൾ പിടിച്ചാലും ഏതെങ്കിലും രൂപത്തിൽ ഇത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥ കൊണ്ടും ഇപ്പോഴത്തെ ആഹാര രീതി കൊണ്ടും കാലാവസ്ഥയുടെ രീതികളൊക്കെ കൊണ്ട് മനുഷ്യർ മറ്റൊരു തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെ വല്ലാതെ നിരോധിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാതിരിക്കുന്നുകൂടെ? ഇതാണ് എൻ്റെ ചോദ്യം.